DOMINIO DEEPAKS. ഇന്ന് ചിക്കന്റെ ഒരു വെറൈറ്റി ഡിഷ് ആവട്ടെ എന്ന് വിചാരിച്ച് ഹണി ഗാർലിക് ചിക്കൻ ഇപ്പോഴത്തെ യങ് ജനറേഷനിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരെണ്ണമാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഇപ്പോൾ ഹണി ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ 2 ബ്രസ്റ്റ് പീസാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിന് ഇതുപോലെ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാലേ നല്ലോണം മാരിനേറ്റ് ചെയ്താൽ അത് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതിന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ കുരുമുളകും ഉപ്പും കൂടെ മിക്സ് ആണ് എടുത്തേക്കുന്നത്. ഒരു ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെയാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഇതിനെ ഒന്ന് 2 സൈഡ് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റത്തേക്ക് വെക്കാം. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനൊരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഒരു 20 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് ചിക്കൻ. നമുക്ക് ഇനി അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞ് ഇതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇടുക. ബട്ടറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം ഒരു 20 ഗ്രാം വരും. ബട്ടർ ഒന്ന് ഉരുകട്ടെ. ഈ ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇടാം. ഇപ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ്, അല്ലെങ്കിൽ അകമൊന്നും വേവത്തില്ല. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം വെന്ത് കഴിഞ്ഞ് ഞാൻ 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടാണ് വേവിച്ചത്. കട്ടിയുള്ള പീസായതുകൊണ്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടേ ചെയ്യാവുള്ളൂ. ഇതിന് വേണമെങ്കിൽ നമുക്ക് കോട്ടിങ് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത സാധനം നമുക്ക് കുറച്ച് മൈദയിൽ മുക്കി വേണമെങ്കിൽ പൊടിക്കാം. മൈദ ആയതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയെന്നുള്ളൂ. കോട്ടിങ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതങ്ങനെയും ചെയ്യാം. ഈ ചിക്കൻ ഒരുവിധം ഫ്രൈ ആയി കഴിഞ്ഞ് നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതേ ഡിഷിൽ നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ടേക്കാം. മൊത്തം ഏകദേശം ഒരു 50 ഗ്രാം ബട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ബട്ടർ ഉരുകി കഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ഒരു 3-4 മുളക്. ഞാൻ ചുമന്ന മുളകാണ് എടുത്തേക്കുന്നത്. എരിവ് നോക്കി ഇട്ടാൽ മതി. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ. ഇത്രയിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. മുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞു ഇതിനകത്തോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം മിക്സായി കഴിഞ്ഞ് ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് ഒരുവിധം റെഡിയായി കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ ഇതിനകത്തോട്ട് ഇടാം. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. നമുക്ക് ഇനി ഡിഷിലോട്ട് മാറ്റാം. ഹണി ഗാർലിക് ചിക്കൻ പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് കഴിച്ചു നോക്കാം. ഇതിൻ്റെ ഗ്രേവിയും കൂടെ കൂട്ടി വേണം കഴിക്കാൻ. ഹണിയുടെ മധുരം വരുന്നുണ്ട്, വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്, മുളകിൻ്റെ എരിവ് വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സാണ്. എരിവ് ഇത്തിരി കൂടുതലാണ്. നമുക്കിവിടെ കറക്റ്റായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ ആ എരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിടാം. നമ്മൾ ചുമന്ന മുളകാണ് എടുത്തേക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഡിഷാണ്. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും. ബൈ.